എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ സ്വപ്നം കണ്ട ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതെ, നമ്മള് കഴിഞ്ഞ സെപ്റ്റംബർ ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി നമ്മളിങ്ങനെ പറയാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് സ്കോട്ട്ലാൻഡ് ട്രിപ്പ്. അപ്പൊ ഇത്തവണ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങുവാണ്. നമ്മൾ നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് വണ്ടി വിടും. വിന്റർ എക്സ്പെഡിഷൻ ചെയ്യാനിരുന്ന ഞങ്ങൾ ഇപ്പോൾ അവസാനം സമ്മർ എക്സ്പെഡിഷനിലോട്ട് എത്തി അല്ലേ? അതെ, സ്കോട്ട്ലാൻഡ് NC 500 കവർ ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. എന്താവും, എവിടെ എത്തും എന്നൊന്നും അറിയില്ല. നമ്മുടെ ഈ വണ്ടിയിൽ ക്യാമ്പ് ചെയ്ത് പോകാനാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ ആദ്യം വേറെ കുറെ പ്ലാനൊക്കെ ഇട്ടു, പിന്നെ നമ്മളെല്ലാം നമ്മുടെ വണ്ടിയിൽ തന്നെ പോകാന്ന്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു നമുക്കൊരു വാൻ വാടകയ്ക്ക് എടുത്തിട്ട് അതിനകത്ത് പോകാന്ന്, ഒരു ക്യാമ്പർ വാൻ എടുക്കാന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ നമ്മുടെ ഈ വണ്ടിയിൽ തന്നെ പോകാം, കാരണം നമുക്ക് റൂഫ് ടോപ്പ് ടെന്റ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോ പപ്പയും മമ്മിയും അവരും അതിനകത്ത് ഇരുന്നോളൂ. അതെ, അപ്പൊ എല്ലാവരും കൂടെ ഈ വണ്ടിയിൽ അങ്ങ് പോകാന്നുള്ള പ്ലാനിലാണ്. അപ്പൊ ഇത്തവണ നമ്മൾ പോകുന്നത് NC 500ലേക്കാണ്. നേരെ നമ്മൾ ഇവിടുന്ന് എവിടെയാ പോകുന്നത്? നമ്മള് എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വഴിയെ കാണാം നമ്മൾ എവിടേക്കൊക്കെ ഇറങ്ങുന്നതെന്നും. ഒരു 5 ദിവസത്തെ ട്രിപ്പാണ്. അത് ചിലപ്പോൾ ഒരു 5-6 ദിവസം കൂടാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഒരു 2-3 ദിവസത്തിൽ തിരിച്ചു വരാനും ചാൻസ് ഉണ്ട്. കാരണം ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. പപ്പയും മമ്മിയും എത്രത്തോളം അതിന് ഇതാണെന്ന് നമുക്ക് അറിയത്തില്ല. ഒരു തവണ ഞങ്ങൾ ക്യാമ്പ് ചെയ്യാൻ പോയി, അവർ ഓക്കെ ആണെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ അധികം മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ റൂം എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മളിത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നതല്ല ക്യാമ്പ് ചെയ്ത്. ആക്ച്വലി ക്യാമ്പ് ചെയ്ത് മറ്റേ ഹോട്ടൽ റൂം എടുക്കുന്നതേ എക്സ്പെൻസ് തന്നെ ആവും നമുക്ക് ഇതിനകത്ത് ക്യാമ്പ് ചെയ്ത് പോകുമ്പോഴും. പിന്നെ ഓൾറെഡി നമ്മൾ അത്ര എക്സ്പെൻസ് അതിനകത്ത് ഓൾറെഡി മുടക്കിയിട്ടുണ്ട്. നമ്മുടെ ടെന്നിനൊക്കെ ഏകദേശം 1 ലക്ഷം രൂപയുണ്ട്. അപ്പം അതുകൊണ്ട് ചിലർ കമൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നിനക്ക് പപ്പയും മമ്മി അങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ, ക്യാമ്പ് ചെയ്ത് പോകാതെ റൂം എടുത്തുകൂടെയാണ്. പക്ഷേ റൂം എടുക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് എക്സ്പീരിയൻസും കുറച്ചും കൂടെ നമ്മൾ ആ ഒരു യാത്ര ചെയ്തു എന്ന് നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാരണം ഞങ്ങൾ വെയിൽസ് പോയപ്പോഴും പീക്ക് ഡിസ്ട്രിക്ട് പോയപ്പോഴും കോൺവാള് ഇവിടെ എല്ലാം നമ്മൾ പോയതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ഹോട്ടൽ റൂം എടുത്തും നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ യാത്ര അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ നമ്മൾ ഒത്തിരി പറഞ്ഞു നീട്ടുന്നില്ല. അപ്പൊ നമ്മള് ട്രിപ്പിന്റെ ഭാഗമായിട്ടുള്ള അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വണ്ടി കണ്ടോ മൊത്തം ചെളിയായിരിക്കുവാണ്. ഇത് നമ്മളൊരു ചെറിയൊരു ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു വഴിയിലൂടെ പോയതാണ്. അപ്പോൾ ഫുൾ ചെളിയായി. അതിന്റെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അതിന്റെ വീഡിയോ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ മഞ്ഞപ്പാടം കുതിരേനെ കാണാൻ പോയില്ലായിരുന്നു, അന്ന് അവിടെ പോയപ്പോൾ ആയതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മൾ നമ്മുടെ വണ്ടി കഴുകണം. അതിനുശേഷം പെട്രോൾ അടിക്കണം നാളത്തേക്ക്, അതായത് പോകാനുള്ള ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണം. പിന്നെന്താ പരിപാടി, വണ്ടിയിലോട്ട് സാധനങ്ങൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ വണ്ടിയിലോട്ട് കയറ്റണം. പിന്നെ നമ്മുടെ ഫുഡ് കാര്യങ്ങൾ ക്യാമ്പ് ചെയ്ത് പോകുമ്പോൾ കഴിക്കാനുള്ള സാധനങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു തൊപ്പി മേടിക്കണം. നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഇടാൻ പറ്റുന്ന കൂട്ടി ഇങ്ങനെ ഫുൾ കവർ ചെയ്യുന്ന മങ്കിക്ക് കുറച്ച് ക്യാമ്പിംഗ് ഗിയേഴ്സ് നോക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പോകണം. ഓൾറെഡി നമ്മൾ സ്കോട്ട്ലാൻഡ് വിൻ്റർ എക്സ്പെഡിഷന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു. അതിപ്പോഴും പെട്ടിക്കകത്ത് തന്നെ ഇരിപ്പുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു, കാരണം ആ ഒരു സമയത്ത് അവിടെ ഭയങ്കര മഞ്ഞ് വീഴ്ചയും ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ പോയില്ല. കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ പോയില്ല. ഇത്തവണ സത്യം പറഞ്ഞാൽ ഞങ്ങൾ റെഡിയല്ല. നമ്മൾ എന്നാലും പോവാ. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ വയസ്സായി പോകും. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് ഞങ്ങൾ വെയിൽസ് ട്രിപ്പ് തുടങ്ങിയത്. അതെ, അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് കയ്യിൽ 1 രൂപ കാശൊന്നും ഇല്ല, എന്നാലും ഞങ്ങൾ പോവാണ് അല്ലേ. എന്താവുന്ന എവിടെ എത്തുമെന്ന് അറിയില്ല. എല്ലാം ദൈവത്തിന്റെ കയ്യിലും പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റെഡി ആമി, പോവാ? ആമി റെഡി അല്ലേ? അങ്ങനെ നമ്മളിപ്പോ ആദ്യം പോകുന്നത് കാറ് കഴുകാൻ വേണ്ടിട്ടാണ് കേട്ടോ. ആദ്യം നമ്മൾ പോകുന്നത് പെട്രോൾ അടിക്കാൻ വേണ്ടിയാണ്. പെട്രോൾ ആമിയുടെ ബെൽറ്റ് ഇട്ടില്ല, ആമിയുടെ ബെൽറ്റ് ഇടിക്കട്ടെ. അതിനു മുമ്പ് പപ്പയും മമ്മിയും എന്താണ് നിങ്ങൾക്ക് യാത്രയെ കുറിച്ചുള്ള അഭിപ്രായം? യാത്ര അങ്ങനെ നമ്മൾ നാളെ ആരംഭിക്കും. നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറയാം. നിങ്ങൾ ഓക്കെ ആണോ? ക്യാമ്പ് ചെയ്ത് പോകാനൊക്കെ താല്പര്യം ഉണ്ടോ? എല്ലാം കാണാൻ വേണ്ടി. അതുപോലെ തന്നെ മഴയും വലിയ കാലാവസ്ഥ അനുകൂലം അല്ലെങ്കിൽ നമ്മൾ റൂം എടുക്കുന്നതായിരിക്കും. അതെ, അല്ലെങ്കിൽ നമ്മൾ ക്യാമ്പ് തന്നെ ചെയ്യും. ക്യാമ്പ് ചെയ്ത് തന്നെ പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. കാരണം ക്യാമ്പ് ചെയ്യുന്നത് വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ അബി ഇത് ഇവിടെ വാഷിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്തവണ എന്താണേലും നമ്മളെല്ലാം സജ്ജമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ആദ്യമായിട്ട് വാഷിങ്ങിന് വരുന്നതുകൊണ്ട് അറിയില്ലായിരുന്നു എങ്ങനെയൊക്കെയാണ്. ഇത്തവണ നമ്മൾ കഴുകി ഉണക്കാനുള്ള തുണിയെല്ലാം കൊണ്ട് വന്നിരിക്കുകയാണ്. ഇനി 3 മിനിറ്റ് 22 സെക്കൻഡേ ഉള്ളൂ. അബിക്ക് ഇപ്പം സ്പീഡ് കൂടി. ഇത്ര നേരം അബി സ്ലോ ആയിരുന്നേ. 3 മിനിറ്റ് ഈ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ 5 കൊണ്ട് കൊടുത്ത് വീണ്ടും തുടങ്ങും. അപ്പോഴത്തേക്കും 10 പോണ്ടാവും. നമ്മുടെ ആമിക്കുട്ടി ഉറങ്ങി അല്ലേ ആമിക്കുട്ടി?
നമ്മൾ ഇത്തവണ തുണി കൊണ്ടുവന്നു കേട്ടതേ, അതുകൊണ്ട് ഇത്തവണ എന്താണെങ്കിലും നമ്മളെ തുടച്ച് നല്ല കുട്ടപ്പനാക്കിയിട്ടേ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുള്ളൂ. ആദ്യത്തെ തവണ വന്ന് ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഇത്തവണ വന്നല്ല നമ്മൾ കറക്റ്റ് എടുത്തു. ഇത്തവണ നമ്മൾ 5 പേരും വന്നിട്ടുണ്ട് വേണമെങ്കിൽ തുടച്ച് വൃത്തിയാക്കാനായിട്ട്. അപ്പം ഇത് നമ്മുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പിന്റെ ഒരു എന്താണ് ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്നു, വണ്ടി കഴുകുന്നു, അതുപോലെ തന്നെ ബാക്കി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. കാരണം ക്യാമ്പിങ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമ്മൾ മിക്കതും ഫുഡ് നമ്മൾ തന്നെ കുക്ക് ചെയ്യുവാണ്. അപ്പം അതിനുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കണം. അതേപോലെ തന്നെ നമ്മളെ ടയറിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ ഞാൻ അവനെ സ്മരിക്കുവാണ്. ആരെ? നമ്മളെ ടയർ എന്തിനാ ഇത്രയും പാട്ട വണ്ടിക്ക് എന്തിനാ ഇങ്ങനത്തെ ടയർ ഇടുന്ന ചോദിച്ചാണ്. അപ്പൊ നമ്മളെ യൂസേജ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അല്ല, അത് അവർക്ക് അറിയില്ലായിരിക്കും. അവരുടെ ചിലപ്പോൾ പാട്ട വണ്ടി അവരങ്ങനെയായിരിക്കും നോക്കുന്നത്, അതുകൊണ്ടായിരിക്കും. അതെ, ഞങ്ങളങ്ങനെ ഗോ ഔട്ട്ഡോറിൽ എത്തി കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് തൊപ്പിയും അതുപോലെ തന്നെ വാട്ടർ ക്യാനൊക്കെ മേടിക്കണമായിരുന്നു. അന്നേരം ഇത് നമ്മളവിടെ ഇവിടെ വേറെ ഒരു റൂഫ് ടോപ്പ് ടെന്റ് കണ്ടു കേട്ടോ. അടിപൊളിയല്ലേ ഇത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവും. ഇത് കണ്ടോ, കൊള്ളാല്ലേ? ഇതുണ്ട്, ഇതൊക്കെ ഒരു ഷെയ്ഡായിട്ട് നമ്മൾ മഴയൊന്നും പെയ്താൽ പക്ഷെ കാറ്റ് പിടിക്കും കേട്ടോ അതിന്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇച്ചിരി ക്വാളിറ്റി ഉള്ളത് പോലെ തോന്നുന്നു. ക്വാളിറ്റി ഉണ്ട്, ഇത് നല്ല കമ്പനിയാണ്. ഇതിന് ക്വാളിറ്റി ഉണ്ട്. ഇത് കണ്ട് ബെഡൊക്കെ അടിപൊളി ബെഡുണ്ട്. പക്ഷെ വില നോക്ക് നീ, 1300, നമ്മളതിന്റെ ഡബിള് വില. നമ്മളതിന് നമ്മൾ മേടിച്ചപ്പോ 800 സംതിങ് ആയിരുന്നു. ഇതന്നെ ഇതിന്റെ മുകളില് വേറൊരു സംഭവം, അത് ഓപ്പൺ ആക്കുന്നേ മുകളിലോട്ട്. ഓ, ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഗ്രൗണ്ട് ടെന്റിൽ വിരിക്കാനായിട്ട് ഒരു കാർപ്പറ്റ് മേടിക്കാൻ വന്നതാണ് കേട്ടോ. അങ്ങനെ ഇത് നമ്മളിപ്പോൾ കാർപ്പറ്റ് എടുത്ത് സൈസൊക്കെ നോക്കി അവസാനം നമ്മളൊരു മീഡിയം സൈസ് നമ്മൾ ഉറപ്പിച്ചു അല്ലേ. നബി എപ്പോഴും നിവർത്തിയിട്ട് ചലപുളയായിട്ട് മടക്കി വെക്കും. പപ്പ നല്ല കറക്റ്റായിട്ട് മടക്കുന്നുണ്ട്. അതല്ലേ പെണ്ണ്, അതിൽ ഇനി എന്തെടുക്കാന്ന് തപ്പി നടക്കുക. വാ ഇങ്ങോട്ട് വാ. ഇത്ര നേരം കിടന്ന് ഉറങ്ങുന്ന പെണ്ണായിരുന്നേ. ഇപ്പം നമ്മൾ യൂറോ ഹൈക്കിൻ്റെ ആട്ടോ എടുത്തത്. യൂറോ ഹൈക്ക് ബ്രാൻഡിൻ്റെ ആണ് നമ്മൾ ടെൻറ്റ് കാർപ്പറ്റ്. ഇത് കണ്ടോ, ഇവിടെ ഇഷ്ടം പോലെ ടെൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ. അതായത് നമ്മൾ ഒരു ഇതെന്നാടി ഫുട് പ്രിന്റ്, അതായത് നമ്മുടെ കാർപ്പറ്റിന് അടിയിലിടുന്ന ടാർപ്പ പോലത്തെ ഒരു സംഭവം കേട്ടോ. പിന്നെ ഇത് കാർപ്പറ്റും ടെൻറ്റിനകത്ത് വീഴുന്ന കാർപ്പറ്റും മേടിച്ചിട്ടുണ്ട്. പോവാടിയാമേ, ഇനി വീട്ടിൽ ചെന്നിട്ട് നമ്മൾ നല്ല ഫുള്ള് സാധനം നമ്മുടെ വണ്ടിയിലോട്ട് ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയാം അല്ലേ. ഞാൻ അടി ഉണ്ടാക്കി ജ്യൂസ് കുടിക്കും. നമ്മൾ സാധനങ്ങളൊക്കെ വണ്ടിയിലോട്ട് ലോഡ് ചെയ്തോണ്ടിരിക്കുവാണ് കേട്ടോ. ഞാൻ അന്നേരം നമ്മളെ വണ്ടിയിലെ 4 ടയറും ടയർ പ്രഷർ ചെക്ക് ചെയ്യും കേട്ടോ. അതെല്ലാം കൊണ്ടുപോകണ്ടേ ഈ സാധനമൊക്കെ? ഇത് കൊണ്ടുപോകണം. അതിന് മുന്നേ നമ്മൾ ഇവിടുന്ന് അടിച്ചിട്ട് പോവാണെങ്കിലേ, കാരണം 8 മണിക്കൂറിന് മുകളിൽ ഡ്രൈവ് വരുന്നുണ്ട്. കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. കണ്ടിന്യൂസ് ഒന്നും അല്ല, 2 മണിക്കൂർ ഇടപെട്ട് നമ്മൾ ഗ്യാപ്പ് എടുത്താൽ പോവാം. ഞാൻ മീൻസ് കണ്ടിന്യൂസ് ഉദ്ദേശിച്ചത് നേരെ ഇവിടെ നാട് എത്തുന്നവരെ പോവാന്നുള്ളത്. അല്ല, പെട്ടെന്ന് കേൾക്കുന്നവർ വിചാരിക്കും നമ്മൾ കണ്ടിന്യൂസ് ഇവിടുന്ന് പറഞ്ഞില്ല പോകുന്ന ഇത് ഇവിടുന്ന് വരുന്നു. പിന്നെ വേറെന്താ പറയാ, NC500 ആണ് നമ്മളെ ലക്ഷ്യം. അതെ, അപ്പൊ അതിൽ കാണാൻ പറ്റുന്ന അത്രയും ഡെസ്റ്റിനേഷൻസ് കാണുക. അതെ, അതായത് നമ്മൾ ഇവിടെ ലാൻഡ്സെന്റ് ഇവിടെ പോയിട്ടുണ്ട്, കോൺവാള് ലാൻഡ്സെന്റിൽ പോയി. ഇനി നമ്മൾ അതിന്റെ അങ്ങേത്തല ജോണഗ്രോഡ്സിൽ പോകണം. അതാണ് എൻഡ് ടു എൻഡ്, നമ്മുടെ UK-യുടെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ. അപ്പൊ പപ്പയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്താ അറിയോ? സ്കോച്ച് വിസ്കികളുടെ നാടായ സ്കോട്ട്ലാൻഡിലേക്കാണ് പപ്പ വാങ്ങാൻ പോകുന്നത്. പോയിട്ട് സ്കോച്ച് അടിക്കണം പപ്പ പറയുന്നത്. അതാണ് ഇത്തവണ അധികം നമ്മൾ സാധനം കൊണ്ടുപോകുന്നില്ല കേട്ടോ. അധികം ലോഡ് ചെയ്യുന്നില്ല, ആവശ്യമുള്ള സാധനം മാത്രം. സാധാരണ ക്യാമ്പിങ്ങിന് പോകുന്ന പോലെ നമ്മളെ സാധനങ്ങൾ കൊണ്ടുപോകുന്നില്ല. ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ. അടുത്ത നമ്മുടെ ഇത് 4 പേഴ്സൺ ടെന്റ് നമ്മൾ കയറ്റി വെക്കുന്നുണ്ട്. ഇത്തവണ നമ്മൾ റൂഫ് ടോപ്പ് ടെന്റും ഈ ടെന്റും എടുക്കുന്നുണ്ട് കേട്ടോ. 2 ടെന്റും എടുക്കുന്നുണ്ട്. സ്ലീപ്പിംഗ് ബാഗ് വെച്ചു. കാരണം നമ്മൾ ഈ വീഡിയോയിൽ ഇതൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ കുറെ പേര് ചോദിച്ചായിരുന്നു നിങ്ങൾ എങ്ങനെ ഈ വണ്ടിയിൽ ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതെന്ന്, കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ. അതുകൊണ്ട് നമ്മുടെ ഫോർഡ് ഫോക്കസ് എന്ന് പറഞ്ഞൊരു ചെറിയ വണ്ടിയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഭയങ്കര ഓർഗനൈസ് ആയിട്ട് അങ്ങോട്ടേക്ക് ഇത് അവിടെ ആവശ്യമുണ്ട്. അതല്ലേ ചായ, അങ്ങോട്ടേക്ക് പോകുമ്പോ എല്ലാം ഓർഗനൈസ് ആയിരിക്കും. അതെ, ഇത് ഇവിടുന്ന് ഇറങ്ങി കിട്ടിയാൽ പിന്നെ എല്ലാം വണ്ടിയിലുണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്ക് വെക്കാൻ സ്ഥലം ഇല്ലാതെ നമ്മൾ ഒഴിവാക്കില്ല. ഇവിടുന്ന് ഇറങ്ങി കിട്ടി കഴിഞ്ഞാൽ എല്ലാ സാധനം വണ്ടിയിലുണ്ട്.
അത് നമുക്ക് ഗ്യാരേജ് ഉള്ളത് കൊണ്ട് എളുപ്പമുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ മറ്റേ വീട്ടിലായിരുന്നപ്പോ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരല് ഭയങ്കര പണിയായിരുന്നു അല്ലേ. ഫുഡ് ബോക്സ് ഒരെണ്ണം എടുക്കും. ഏത് ഫുഡ് ബോക്സ് ഒന്നും ഇല്ലല്ലോ. പിന്നെ നീ നോക്കി പോണേ, ഒരാൾ ഇതിന്റെ ഇടയിലൂടെ സൈക്കിളെ ഒട്ടി പോകും. അതിനകത്തേക്കാണ് മറ്റേ സാധനങ്ങളെല്ലാം പോകുന്നത്. ക്യാമ്പിങ്ങിന്റെ അങ്ങനെ നമ്മൾ പോകുന്നതിന്റെ ഭാഗമായിട്ട് ഇതേ പപ്പ നമ്മുടെ ചെടിയെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വെയിലാ. ഐഡിയ നോക്ക്, മിനറൽ വാട്ടർ വെച്ചേക്കുന്ന എന്താ സംഭവം എന്ന് പറഞ്ഞത്. ഇതുണ്ട്, ഇത് പപ്പ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ പോയി കഴിയുമ്പോൾ ചെടിക്ക് വെള്ളം കിട്ടില്ല. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലാണ്. അപ്പം വെള്ളം ഇനി കിട്ടാണ്ടിരിക്കണമെന്ന് വിചാരിച്ചിട്ട് പപ്പ ഇത് വെള്ളം നിറച്ചിട്ട് അതില് ഒരു ഹോൾ ഇട്ടിട്ട് വെച്ചേക്കും. അപ്പം ഇങ്ങനെ തുള്ളിയായിട്ട് വെള്ളം വീണോളും. ഇതേ അപ്പൊ നമ്മുടെ ചെടിയൊക്കെ നമുക്ക് തണലുള്ള ഭാഗത്തോട്ട് മാറ്റി വെക്കുക ഇങ്ങനെ. ഇത് കണ്ടോ, ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാലേ നമ്മൾ വരുള്ളൂ. അതേപോലെ നമ്മുടെ സ്ട്രോബെറി ഉണ്ടോ, സ്ട്രോബെറി പിടിച്ചു തുടങ്ങി കേട്ടോ. ഇത് കണ്ടോ. ആ അപ്പം പപ്പ അവിടെ ചെടിയുടെ കാര്യങ്ങൾ നോക്കുമ്പോ അബി ഇവിടെ ഇത് മീനിന്റെ കാര്യങ്ങളാണ്. ഫിഷ് ഇതിന്റെ വെള്ളമെല്ലാം മാറ്റി വെച്ചിട്ട് വേണം. അതുപോലെ തന്നെ ഇതിന്റെ ഓട്ടോമാറ്റിക് ഫീഡർ എല്ലാം സെറ്റ് ചെയ്യണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലേ ബി. ഓട്ടോമാറ്റിക് ഫീഡർ മേടിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഇതിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇന്ന ഇന്റർവെല്ലിൽ അതിൽ ഇങ്ങനെ ഫീഡ് വീണോണ്ടേ ഇരിക്കും അല്ലേ. ആമിക്കുട്ടിയും വന്നിട്ടുണ്ട് പപ്പാനെ ഹെൽപ്പ് ചെയ്യാന്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ യാത്ര തിരിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാം റെഡിയാക്കി. ഇത്തവണ നമ്മൾ കുറച്ച് ഡ്രസ്സ് അധികമായി, 5 പേരുള്ളതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സ്കോട്ട്ലാൻഡിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. NC500 നോർത്ത് കോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു റൂട്ടാണ്, സീനിക് റൂട്ടാണ്. അപ്പം ഇവിടെ നമ്മളിപ്പോൾ ഉള്ളത് സ്വിൻഡൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഏകദേശം 8 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. 8-10 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ നേരെ പോയിട്ട് ക്യാമ്പ് സൈറ്റിലേക്കാണ് ഇന്ന് നമ്മൾ ഓടി എത്താൻ വേണ്ടി പോകുന്നത്. അവിടെ ക്യാമ്പ് സൈറ്റിൽ ചെന്ന് നിന്ന് സ്റ്റേ ചെയ്യും. പിറ്റേ ദിവസം രാവിലെ തൊട്ട് അതെ. അപ്പം ഈ വീഡിയോ ഫസ്റ്റ് വീഡിയോ നാളെ തൊട്ടായിരിക്കും നമ്മളെ ട്രിപ്പിന്റെ വീഡിയോ വരുന്നത് അല്ലേ. ഇത് നമ്മുടെ ഇൻട്രോ വീഡിയോ. അപ്പം നമ്മൾ സ്കോട്ട്ലാൻഡ് അതായത് UK ഇങ്ങ് താഴെയുള്ള ഇവിടുന്ന് അങ്ങ് മേളിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം മമ്മിയും എല്ലാവരും കയറി വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോവാം. നാളെ തൊട്ട് വരുന്ന നമ്മുടെ ട്രിപ്പ് വീഡിയോയ്ക്ക് നിങ്ങളെ സപ്പോർട്ട് വേണം. അതെ.